ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മെക്കാനിക്കൽ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുമുള്ള രണ്ട് എക്സാമിനേഷനുകളാണ് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ എന്ന് പറയുന്നൊരു പോസ്റ്റ്. ഇത് ഗ്രേഡ് 2ഉം ഗ്രേഡ് 3യും എന്നിങ്ങനെ രണ്ട് രീതിയിൽ വിളിക്കാറുണ്ട്. 3 ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ ആദ്യമെന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, മറ്റൊന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും, മറ്റൊന്ന് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമാണ്. അതിൽ ഗ്രേഡ് 3യും ഗ്രേഡ് 2ഉം ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ അടിസ്ഥാനമായിക്കൊണ്ട് സാലറി എത്രമാത്രം നമ്മുടെ ബൈ ഹാൻഡ് കിട്ടും എന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട്. അതിനൊരു മറുപടിയാണ്. അപ്പം സർക്കാർ ശമ്പളം ആയതുകൊണ്ട് തന്നെ നമുക്ക് സർവീസിന് സാലറിയോടൊപ്പം തന്നെ DNS അലവൻസ് പോലുള്ള ആഡ് ഓൺ ബെനിഫിറ്റും ഉണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സർവീസുകൾ ഗവൺമെൻറ് തരുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഡിഡക്ഷനും ഉണ്ടാവും. അപ്പോൾ അവ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എത്രമാത്രം രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇവിടെ അലവൻസുകൾ നോക്കുമ്പോൾ, അതായത് നമ്മുടെ സാലറി കൂടാതെയുള്ള അലവൻസ് നോക്കുമ്പോൾ DNS അലവൻസ് DA എന്ന് പറയുന്നത് 22% നമ്മുടെ ബേസിക് പേയുടെ. അത് കൂടാതെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് HRA ഉണ്ടായിരിക്കും, അതായത് ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയും. അത് കോർപ്പറേഷൻ പരിധിയിൽ സാലറിയുടെ 10% ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റീസിലാണെങ്കിൽ, അതായത് A കാറ്റഗറി മുനിസിപ്പാലിറ്റീസിലാണെങ്കിൽ അത് 8% ഉണ്ടായിരിക്കും. നോർമൽ മുനിസിപ്പാലിറ്റീസിലാണെങ്കിൽ അത് 6% ഉണ്ടായിരിക്കും. പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ അത് കേവലം 4% കുറയും. അപ്പോൾ ഇത് ആനുപാതികമാണ്, ആപേക്ഷികമായിട്ട് കൂടുകയും കുറയുകയും ചെയ്യുമെന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അടുത്തത് ഡിഡക്ഷൻസ് ആണ്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ GIS 800 രൂപ കട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് പ്രോവിഡൻറ്റ് ഫണ്ടായിട്ട് 6% ബേസിക് പേയിൽ നിന്ന് കട്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ മെഡിസെപ്പിന് 687 രൂപ കട്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ 580ഉം NBSൽ 10% കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഇൻ ഹാൻഡ് സാലറി എത്രയാണെന്ന് കൃത്യമായിട്ടൊന്ന് നോക്കാം. അതിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആൻഡ് ഓവർസിയർ ഗ്രേഡ് 2വിൻ്റെ ഒരു ലെവലാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ബേസിക് പേ 31,100 നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നത്. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് കോർപ്പറേഷൻ ഏരിയയിൽ 10% വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കോമ്പണൻ്റ് ആയിട്ട് ബേസിക് പേ 31,100 കിട്ടുന്ന ഒരാൾക്ക് DA ആയിട്ട് 6,842 രൂപയും HRA ആയിട്ട് 3,110 രൂപയും കിട്ടും. അങ്ങനെ ഗ്രോസ് സാലറി ആയിട്ട് നിങ്ങൾക്ക് 41,052 രൂപ കിട്ടും. 41,052 രൂപ നമുക്ക് കയ്യിൽ കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാലറി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. ഇനി ഡിഡക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് GISൽ 800 രൂപ കട്ടാവുന്നത് കാണാം. ഇനി GPFൽ 1,866 രൂപ കട്ടാവുന്നത് കാണാം. ഇനി മെഡിസെപ്പിലേക്ക് എത്തുമ്പോൾ 687 രൂപ കട്ട് ചെയ്യുന്നത് കാണാം. ഇനി SLIയിലേക്ക് എത്തുമ്പോൾ 580 രൂപ കട്ട് ചെയ്യുന്നത് കാണാം. ഇനിയും NBSലെ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് 10% ബേസിക് പേയും DAയും കട്ട് ചെയ്ത് 3,794 രൂപ മാറുന്നത് കാണാം. ഇനി ഇത് കൂടാതെ ടോട്ടൽ ഡിഡക്ഷൻ എത്രയാണ് എന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ 7,727 രൂപ ടോട്ടൽ ഡിഡക്ഷനായിട്ട് വരുന്നതായിട്ട് കാണും. അതായത് ഇൻ ഹാൻഡ് സാലറി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് 33,325 രൂപയാണ്. അതായത് ടോട്ടൽ സാലറി ആയ 41,052 രൂപയിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് 33,325 രൂപയാണ്. അതായത് നമ്മുടെ PSC നോട്ടിഫിക്കേഷൻ 31,100 പറയുന്നതെങ്കിലും നിങ്ങളുടെ സർവീസിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 33,325 രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാലറിയുടെ സ്ട്രക്ചറും ഏറെക്കുറെ അതിൻ്റെ ധാരണകളും നിങ്ങൾക്ക് വന്നു കാണുമെന്ന് കരുതുന്നു. ഇനി ഈ ഒരു പോസ്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ തയ്യാറെടുപ്പുകൾക്ക് നമുക്ക് മുമ്പോട്ട് പോകാം. അതിൽ ഏണസ്റ്റ് അക്കാഡമിയിൽ ഇതിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി അറിയുന്നതിനും കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.